ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നീതു. അപ്പോൾ ഇന്ന് സത്താൻ മെനുവിൽ ഞാനൊരു ഒഴിച്ചറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല നാടൻ കറി. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ നാടൻ പരിപ്പ് കറിയാണ്. അതായത് ചീര ഇട്ടിട്ട് വെച്ച പരിപ്പ് കറിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണല്ലേ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ചീര ഇട്ട് വെച്ച പരിപ്പ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടത് ചീര തന്നെയാണ് അല്ലേ. ഞാനിവിടെ പച്ചച്ചീരയാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ കുപ്പച്ചീര എന്ന് പറയും. അപ്പോൾ അത് ഏകദേശം ഒരു പിടി അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇളം ചീരയാണ്, അതായത് വളരെ ചെറിയ ചീരയാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ തിരി ഉണ്ടല്ലോ, തളിരെന്ന് പറയുന്ന തിരി, ഞാനത് കട്ടിലെടുത്തതാണിത്. അപ്പോൾ ഓരോരോ ഇലയായിട്ട് എടുക്കാൻ പോയാൽ വളരെ ചെറിയ ചീരയാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ചീരയാണെങ്കിൽ, അതായത് വലിപ്പമുള്ള ഇലക്കുള്ള ചീരയാണെങ്കിൽ ഇല സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക, അതിൻ്റെ തണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ചെറിയ ചീര ആയതുകൊണ്ട് ഞാനതിൻ്റെ തിരി നുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇളം തണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. മോശമായ ഇലയൊക്കെ ഒന്ന് കളയുക, നല്ല ഇല മാത്രം എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ നമുക്കൊന്ന് പരിപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് പരിപ്പ് വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു അരക്കപ്പ്, ഒരു 2-2.5 പിടി ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൊരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നല്ല വേവുള്ള പരിപ്പൊക്കെ ആണെങ്കിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു വലിപ്പമുള്ള അല്ലി വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഫ്ലേവറുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാടൻ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 1-2 അല്ലി വെളുത്തുള്ളി ഇടാവുന്നതാണ്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഇതിനകത്ത് നിങ്ങൾ കശ്മീരി മുളക് പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ, കാരണം നമുക്കിതിന് കളറ് ആവശ്യമില്ല. അപ്പോൾ നല്ല എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് ഇതിൽ. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ എടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഈ പരിപ്പൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന് കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ പരിപ്പിൻ്റെ വേവ് അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് അത്യാവശ്യം ഒരു മീഡിയം വേവുള്ള പരിപ്പാണ്. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചീരയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുവാണ്. അപ്പോൾ ഒരുപാട് ചെറിയ പൊടിയായിട്ടൊന്നും മരിയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ വലിയ കഷ്ണങ്ങളായിട്ട് മരിയരുത്. അപ്പോൾ ഇതാ ഞാനെല്ലാം കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാർ എടുക്കാം. അതിനകത്തേക്ക് ഏകദേശം ഒരു 1.5 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. 1.5 പിടി എന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പിനും കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഏകദേശം ഒരു 1/4 മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ആവശ്യം വരും. നിങ്ങൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ തേങ്ങ അരക്കരുത്, അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇത് നോക്കിക്കാൻ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു നാടൻ റെസിപ്പിയാണ്, മിക്കവാർക്കും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇലക്കറികളൊന്നും സത്തൻ മെനുവിൽ അധികമായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയക്കുറവുകൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞതാണ്. ഇതാ ഇപ്പോൾ ഒരു ഇലക്കറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചീരയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ പരിപ്പ് ഇരിക്കുന്തോറും കട്ടി ആയിക്കൊണ്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം ഒന്ന് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ടൊന്ന് ചേർക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പുണ്ടോയെന്ന്. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചേർക്കാം കേട്ടോ, ആവശ്യാനുസരണം.
അപ്പോൾ ഞാൻ ഈ ചീര അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചിട്ടുണ്ട്. നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ, അത്യാവശ്യം ഒന്ന് വേവായാൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ടുണ്ട്. അതേപോലെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് കീറിയിടാവുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ എല്ലാം ടേസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക, അതേപോലെ തന്നെ എരിവ് വേണമെങ്കിൽ എരിവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഒന്ന് തിളപ്പിക്കണം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ പരിപ്പ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇനിയും കുറുക്കാൻ നിൽക്കേണ്ട, കാരണം ഇരിക്കുന്തോറും അത് കട്ടിയായിക്കൊണ്ട് വരും. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതലും നല്ലത്, കാരണം നാടൻ കറിയല്ലേ. പിന്നെ ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചെറിയുള്ളി ചേർക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 3-4 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഇതിനകത്തേക്ക് ഉണക്കമുളകാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിക്കേ, ചെറിയുള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ പരിപ്പ് കറി താളിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ നാടനായിട്ടുള്ള ഒരു ചീരയും പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ തന്നെ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സത്താൻ മെനു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്